ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല ആൻസസ് വ്ലോഗ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് റേഹു പള്ളിയിൽ പോവുകയാണ് കേട്ടോ. അതായത് 6:30 ആകുമ്പോൾ പള്ളിയിൽ പോവും. നേരത്തെ പെയ്ത മഴയത്ത് ഇടിഞ്ഞു വീണതാണ് കേട്ടോ ഇവിടുത്തെ ഈ സൈഡ് മതിൽ. അതൊക്കെ കുറേയൊക്കെ പറക്കി വെച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുവാണ്. പിന്നെ നമ്മുടെ നെയ്മുക്കുട്ടൻ ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ കാണിക്കുക കേട്ടോ. ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ടായിരുന്നു, മാവൊക്കെ നനഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കൂട് താൽക്കാലികമായിട്ട് നമ്മുടെ താറാവ് കുട്ടന്മാർക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇന്ന് സ്കൂൾ ഓപ്പണിംഗ് ഡേ ആണ്. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല. രണ്ടുപേര് ഇവിടെ റെഡിയായി നിൽക്കുവാണ് സ്കൂളിൽ പോവാൻ. ഞാൻ തന്നെയാണ് സ്കൂളിൽ കൊണ്ടാക്കിയത്. അവരെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയതാണ് കേട്ടോ ഇത്. ഹലോ, സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. വീഡിയോസ് കാര്യങ്ങളും ഒന്നും സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര തിരക്കല്ലേ. അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും സന്തോഷമായിരുന്നു. പോയി കുറച്ചൊരു 11:30 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിള്ളേരെയൊക്കെ വിളിച്ചു തിരിച്ചു വന്നു. അപ്പോൾ നാളെ തൊട്ട് ബസ്സിൻ്റെയൊക്കെ ഒരാഴ്ചത്തേക്കൊരു പ്രോബ്ലമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നാളെയും കൊണ്ടാക്കേണ്ടി വരുമായിരിക്കും എന്ന് തോന്നുന്നു. അതുപോലെ എനിക്ക് അന്നുവിൻ്റെ കണ്ണാടി ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് നാളെ ആറ്റിങ്ങ പോകണം. കുട്ടി ഒടിഞ്ഞു പോയി, കല്ലമ്പഴത്ത് കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ സെയിം അളവ് ഫ്രെയിമില്ല. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഗ്ലാസ് ഫ്രെയിമും കൂടി മാറ്റണം. അപ്പോൾ പിന്നെ ആറ്റിങ്ങി പോകണം. ഇന്നലെ പൈൻ്റ് ഇടണം എന്നൊക്കെ വിചാരിച്ചാണല്ലോ, ഒരു പരിപാടി നടന്നില്ല. അപ്പോൾ ഇന്ന് അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ബൈൻഡ് ഇടണം. അപ്പോൾ ഇനി അത് ചെയ്യാമല്ലേ. ഇന്നലെ ഞാൻ ഈ ഒരു പരിപാടി ആലോചിച്ചാണ്, പക്ഷെ നടന്നില്ല. ഇന്നെന്തായാലും അതങ്ങ് ഒതുക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. പിന്നെ അന്നമ്മയ്ക്ക് വൈകിട്ട് പള്ളിയുണ്ട്, അവളെ പള്ളിയിൽ വിടണം. അങ്ങനെ കുറച്ച് പരിപാടികൾ. ഓക്കെ, അപ്പോൾ പുറത്ത് ബൈൻഡ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്കൊക്കെ എടുത്തുകൊണ്ട് വെക്കാൻ പറഞ്ഞപ്പോൾ അവിടെ വെളിയിൽ നല്ല വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി അകത്ത് വെപ്പിക്കട്ടെ, എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അതങ്ങ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കുന്നു. ബായോ, നമുക്ക് പോയി ഇനി അത് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇരുന്നിട്ടുണ്ട്. ഇവിടെ ഇരുന്നിട്ട് അങ്ങ് ബൈൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ സ്കൂൾ? കുഴപ്പമില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അപ്പം ഇനി ബൈൻഡിങ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അന്നു, പുതിയ സ്കൂൾ എങ്ങനെയുണ്ട് അന്നു? സൂപ്പറാണോ? പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ? ടീച്ചർ സ്കൂളിലുള്ള എല്ലാവരെയും കിട്ടിയോ? അതേ ക്ലാസ്സിലുള്ള എല്ലാവരെയോ? ടീച്ചറിൻ്റെ പേര് ചോദിച്ചോ? ആരാ ക്ലാസ് ടീച്ചർ? ചോദിച്ചില്ലേ? ടീച്ചറിൻ്റെ പേരെന്താ അറിഞ്ഞൂടെ? നാളെ ചോദിക്കണം കേട്ടോ. നാളെ സ്കൂളിൽ പോയി ഇഷ്ടമാണോ? ആണോ? ഓക്കെ, അപ്പോൾ ബൈൻഡിടാം അല്ലേ. 2 കളർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അതായത് ഇതിൽ 2. ഇനിയിപ്പോൾ ഇതിനായിരിക്കും ഇവിടെ യുദ്ധം നടക്കുന്നത്. ആർക്കാണ് യെല്ലോ? 2 പേർക്ക് യെല്ലോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരാൾക്ക് മഞ്ഞയും ഒരാൾക്ക് റോസും ഒക്കെ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോസല്ല, ഓറഞ്ച്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. പക്ഷേ ഭയങ്കര ഒരു മുഴക്കം ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കറിയത്തില്ല, എക്കോ കേൾക്കുന്നുണ്ട്. വീടിനകത്ത് നിന്നിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു വല്ലാത്തൊരു ശബ്ദം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ സംസാരിച്ചത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്. ബാക്കി ഞാൻ ഒഴിവാക്കി കേട്ടോ. എന്തൊക്കെയോ ഡയലോഗ്സൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതെനിക്കൊന്നും മനസ്സിലാവില്ല, അതുകൊണ്ട് അതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെന്തോ പറ്റിയെന്നൊക്കെ റൈഹു എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ശരിയാവുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതെന്തോ കുഞ്ഞി പ്രശ്നമായിരുന്നു, അതൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഉമ്മച്ചി ഇതുപോലെ നമ്മളെല്ലാവരും ചുറ്റും ഇങ്ങനെ ഇരുന്നിട്ട് ഇതുപോലെ ബൈൻഡ് ചെയ്ത് തരുമായിരുന്നു കേട്ടോ. അത് കുറച്ച് ദിവസം മുന്നേ തന്നെ ടെക്സ്റ്റൊക്കെ മേടിച്ച് ബൈൻഡൊക്കെ ഇട്ട് അതൊരു ചടങ്ങായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഇങ്ങനെ ടെക്സ്റ്റൊക്കെ പുതുതായിട്ട് വാങ്ങി അതിന് ബൈൻഡും കാര്യങ്ങളൊക്കെ ഇട്ട് നൈസ് സ്ലിപ്പൊക്കെ ഒട്ടിച്ച് പേരൊക്കെ എഴുതുന്ന ഒരു സിസ്റ്റം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ.
ഇപ്പോൾ ഞാൻ പിന്നെ ആവട്ടെ എന്നും പറഞ്ഞ് മാറ്റി വെച്ചിട്ട് ഇവിടം വരെ എത്തിയതാണ്. പിന്നെ ഇപ്പോഴത്തെ ബൈൻഡും പ്രത്യേകതയാണല്ലോ. പണ്ട് നമുക്ക് ഒറ്റ ഇതാണ് കിട്ടിക്കൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു മുള്ള് പോലുള്ളൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ കിട്ടുന്നത്. ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറയാം. കളറുണ്ടെങ്കിലും നമുക്ക് ബുക്കിൻ്റെ ബൈൻഡും കാര്യങ്ങളൊക്കെ പുറത്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടതും ഒരു പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. കീറിയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. സാധാരണ നമ്മൾ ബ്രൗൺ പേപ്പറൊക്കെ വെച്ച് ഇടുന്ന സമയത്ത് കീറിയൊക്കെ പോകാറുണ്ട്. ഒരു വർഷം എന്തായാലും അത് തികയ്ക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സംഭവം മാഷാ നല്ലതാണ് കേട്ടോ. അങ്ങനെ കീറിയൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. നല്ല രസമുണ്ട്. അതായത് വെള്ളമൊക്കെ വീണാലും അതങ്ങ് ഒഴുകി പോവും. അതിൻ്റെ അകത്തേക്ക് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് സംഭവം അടിപൊളിയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ ഇടാനായിട്ടുണ്ട് കേട്ടോ. 2 പേരുടെ ടെക്സ്റ്റ് നോട്ട്ബുക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറേ ഇടാനായിട്ടുണ്ട്. കുറച്ച് നേരം ഈ പരിപാടി ചെയ്താലേ ഇത് തീരത്തുള്ളൂ. അപ്പോൾ ഞാനിത് സ്പീഡാക്കി കാണിച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് കുട്ടി ബാഗിൻ്റെ അകത്ത് അവയെല്ലാം കൂടി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ പുതുതായിട്ട് അന്നുവിന് മാത്രമേ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ ഈ ഒരു സംഭവം. നല്ല രസമുണ്ട്. ഇന്നലെ വൈകിട്ട് വാപ്പായും മക്കളും കൂടി ഇത് വെച്ചിട്ടായിരുന്നു കളി കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഇവിടെ മൊത്തം അലങ്കോലമായി കിടക്കുവാണ്. വെട്ടിക്കൂട്ടി ഇട്ടതൊക്കെ ഇനി എന്നേന്ന് വാരി മാറ്റണം. ഓക്കെ, പരിപാടിയൊക്കെ കഴിഞ്ഞ് കേട്ടോ. ഏതാണ്ട് 1.5 മണിക്കൂറത്തെ പരിപാടിയായിരുന്നു നമ്മുടെ ബുക്ക് ബൈൻഡിങ്. അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അന്നമ്മയ്ക്ക് പള്ളിയിൽ വരേണ്ട സമയമായി. ആളിവിടെ എവിടെ ദേ റെഡിയായി. എന്ത് പറ്റി, പോണില്ലേ? അമ്മച്ചി കായികയിൽ ഞാൻ വിചാരിച്ചേ കായിക ബൈൻഡ് ചെയ്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നത്. പക്ഷെ തികഞ്ഞില്ല. ഇത് കഴിഞ്ഞതിന് ഞാൻ ഏതാണ്ട് 4-5 എണ്ണമൊക്കെ ആ ഒരു റോള് വാങ്ങിച്ചു. ഇത്തവണ 3 എണ്ണം വാങ്ങിച്ചിട്ടും ഒന്നും ആയില്ല. എങ്ങും എത്തുന്നില്ല എന്ന് പറയുന്നത് എനിക്ക്. അപ്പോൾ ഇനിയും പള്ളിയിലേക്ക് ബൈൻഡ് ചെയ്യാനുണ്ട്. സ്കൂളിലെ 1-2 ബുക്കും കൂടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് വാങ്ങിച്ചാലേ പറ്റുള്ളൂ. പണ്ടൊക്കെ നമ്മൾ ഒരൊറ്റ റോള് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ബുക്ക് ഇടാനായിട്ട് കാണും. ഇതിപ്പോൾ ഒരു റോള് റീഹുവിൻ്റെ 4 ടെക്സ്റ്റ് മാത്രമാണ് ഇടാൻ കിട്ടിയത് കേട്ടോ. അങ്ങനെ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നാളെ കാണാം. ഓക്കെ, അപ്പോൾ ടാറ്റ.